ഗൈസ്, ഒരു മതം പൊട്ടിയ ആന വന്നിട്ട് സ്വന്തം പാപ്പാനെ നെൽത്തിട്ട് ചവിട്ടി അരച്ച നേർച്ച നിങ്ങൾ കാണാൻ പോണത്. കൂറ്റനാട് നേർച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ ചന്തി ഉറക്കാത്ത ചെങ്ങായാണ് ഇന്നെ പിടിച്ചുകൊണ്ട് കൂടുന്നത്. രാത്രി നടക്കാൻ പോകുന്ന ആഘോഷത്തിലേക്ക് ചെക്കന്മാര് ഡാൻസ് കളിച്ച് പാട്ടും പാടി നാസിക് ഡോളിന്റെ കൂടെ ആർട്ട് വിളിച്ചിട്ട് ആനനെ കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നാലെ നടക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആനയുടെ ഒപ്പം പോയി നടന്നോളുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ കുറെ ഗിഫ്റ്റ് കിട്ടും. ഹൽവ, ടോയ്സ്, സ്വീറ്റ്സ്, പോരി, ഈ 4 സാധനമാണ് പൂരപ്പറമ്പിലെ മെയിൻ കച്ചവടം. പൂരപ്പറമ്പിലെ ഏത് മൂലക്ക് പോയാലും കാണാൻ പറ്റുന്ന സാധനങ്ങളാണിത്. നടന്ന് നമ്മൾ കമ്മിറ്റിയുടെ അടുത്തെത്തി. ഇനി ഇവിടെ നിന്നായിരിക്കും മെയിൻ പരിപാടികളൊക്കെ ഉണ്ടാവുക. എന്റെ മോനെ ഫുൾ തിരക്ക്. ആൾക്കാർ ഫുള്ള് കടയും ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മുമ്പിൽ ഫുള്ള് നിരന്ന് നിൽക്കാണ്. ഇതൊക്കെ പാരാ, പണ്ട് ഞാൻ നേർച്ച കാണാൻ വരുമ്പോ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്ക്. തിരക്കോട് തിരക്ക്, പിന്നെ അതിന് കൂടെ വൃത്തികെട്ട് ആനപ്പിണ്ടത്തിന് മണോ, അൺസഹിക്കബിൾ. പക്ഷേ അവൻ നമ്മളെ പോലെ അല്ല വിനോദ്. ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കാത്ത, ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിച്ചവൻ. അതുകൊണ്ട് അവന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. ഈ വെല്ലിപ്പ ഈ തിരക്കിന്റെ ഇടയിൽ നിന്നും പൊരി മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം എന്റെ പപ്പ ഞങ്ങൾക്ക് ഇതേപോലെ കൊണ്ടുവന്നിരുന്നേ. എന്റെ മാമന്റെ പിടിച്ചാട്ടി എന്നെ കുറെ വട്ടം ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുക്കാത്തതിന്റെ ടെൻഷൻ കാരണം എന്നെ അങ്ങോട്ട് പിടിച്ച് കൊടഞ്ഞതാണ്. സ്വാഭാവികം. ആനയുടെ മൂട്ടിൽ കൂടെ നടന്ന ചങ്ങായിമാർക്ക് കൊടുത്താനൊരു ഗിഫ്റ്റ്. പിണ്ടത്തിന്റെ മണത്തിൽ നിന്ന് ഇപ്രാവശ്യം ഈ കടക്കാരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇതൊക്കെ പാരാ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ ആദ്യമായിട്ടോടെ കാണുന്നത്. ചെറുപ്പത്തിൽ വന്നപ്പോ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. നേർച്ചക്ക് വന്ന് 100 സാധനം മേടിച്ച് നാട്ടിൽ പോയിട്ട് ബ്രാൻഡാന്ന് പറഞ്ഞിട്ട് മെയിൻ കളിക്കാനുള്ള പ്ലാനിലാണ് എന്റെ ചങ്ങായിമാര്. എന്ന് പറഞ്ഞ എന്റെ ചെങ്ങായിയുടെ പെങ്ങളുടെ കുരിപ്പിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ വാള് ഞങ്ങൾ മേടിച്ചത്. എന്നും പറഞ്ഞ ചെങ്ങായിമാരെ കൂട്ടിയിട്ട് നമ്മള് വീട്ടിൽ പോണേ ഗൈസ്. അപ്പൊ ശരി, ബൈ ബൈ.